പി മേനോൻ പാലക്കാട് ജില്ലയിലെ കോതക്കുറിശ്ശിയിൽ വാപ്പാലക്കളം എന്ന തറവാട്ടിലാണ് 1894 പി മേനോൻ ജനിച്ചത്. ചുനങ്ങാട്ട് ശങ്കുണ്ണി മേനോൻ, കുഞ്ഞിക്കുട്ടിയമ്മ ദമ്പതിമാരായിരുന്നു അച്ഛനമ്മമാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഇറങ്ങിയ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലങ്കൈ, ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണ സൂത്രധാരന്മാരിലൊരാൾ, സ്വതന്ത്ര ഇന്ത്യയുടെ അധികാര കൈമാറ്റ പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ ബുദ്ധിശാലി, ഈ വിശേഷണങ്ങളെല്ലാം ഒരു മലയാളിയെ പറ്റിയാണ്. വി പി മേനോൻ എന്ന അപൂർവ പ്രതിഭാശാലിയെ പറ്റി. അസാധാരണമാണ് വി പിയുടെ ജീവിതകഥ, അത്ഭുതകരവും. നാടിൻ്റെ ഭാഗം കഴിഞ്ഞു. അതോടെ നാടുവിട്ട മേനോൻ എത്തിയത് മുംബൈയിലാണ്. തെരുവിൽ ചെറിയ കച്ചവടം നടത്തി കഴിഞ്ഞുകൂടിയ മേനോൻ പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിൽ എത്തി. 1914 സിംലയിലെ സെക്രട്ടേറിയറ്റിലെ റെക്കോർഡ്സ് വകുപ്പിൽ ക്ലർക്കായി. അധികം വൈകാതെ അതേ വകുപ്പിൽ തന്നെ സൂപ്രണ്ട് ആയി. ഇടക്കാലത്ത് മൊണ്ടേഗു പ്രഭു ഇന്ത്യയിൽ എത്തിയത് ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള വരവായിരുന്നു. ഇതിനായുള്ള റീംഫോംസ് ഓഫീസിൽ മേനോൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായി. പിന്നീട് അതേ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ വി പി മേനോൻ പങ്കെടുത്തു. 1947 മാർച്ച് 24 മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയായി അധികാര കൈമാറ്റത്തിന് എത്തിയത്. 4 മണിക്കൂർ കൊണ്ട് മേനോൻ തയ്യാറാക്കിയ പദ്ധതിയാണ് നെഹ്റു അംഗീകരിച്ചത്. അതനുസരിച്ച് ആയിരുന്നു അധികാര കൈമാറ്റം. 1948 വി പി മേനോൻ ആഭ്യന്തര വകുപ്പിൽ ഉപദേഷ്ടാവായി. വല്ലഭായ് പട്ടേലിന് പ്രിയങ്കരനായിരുന്ന വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ ലയനങ്ങളിൽ വി പി വഹിച്ച പങ്ക് അതുല്യമാണ്. 1951 വി പി മേനോൻ ഒറീസ ഗവർണർ ആയി. ഫിനാൻസ് കമ്മീഷൻ അംഗവുമായി. 1952 വിരമിച്ചു. 1966 മരണം. വി പിയുടെ പുസ്തകങ്ങൾ: ട്രാൻസ്ഫർ ഓഫ് പവർ, ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് സർവകലാശാലയിൽ ഇപ്പോഴും ഈ ഗ്രന്ഥങ്ങൾ ഗവേഷകരുടെ റഫറൻസായി പരിഗണിക്കുന്നു. ചുരുക്കെഴുത്ത്: 1894 ജനനം. 1914 സെൻട്രൽ റെക്കോർഡ്സ് വകുപ്പിൽ ക്ലർക്ക്. 1917 റീഫോംസ് ഓഫീസിൽ. 1930 വട്ടമേശ സമ്മേളനം. 1933 റീഫോംസ് അസിസ്റ്റന്റ് സെക്രട്ടറി. 1937 ജോയിന്റ് സെക്രട്ടറി. 1940 ഗവർണർ ജനറലിന്റെ സെക്രട്ടറി. 1942 റീഫോംസ് കമ്മീഷണർ. 1942 ആഭ്യന്തര വകുപ്പിൽ ഉപദേഷ്ടാവ്. 1951 ഒറീസ ഗവർണർ, ഫിനാൻസ് കമ്മീഷൻ അംഗവും. 1952 വിരമിച്ചു. 1966 മരണം.